10th ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും മന്നയുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് സയൻസിൻ്റെ ചാപ്റ്ററായ ഇലക്ട്രിസിറ്റിയാണ്. ഒരു അല്പം ലെങ്തിയാണ്, ബട്ട് എല്ലാ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സുകളുമാണ് എല്ലാം ഉള്ളത്. അപ്പം ഇലക്ട്രിസിറ്റിയിലേക്ക് നമുക്ക് കിടക്കാം അല്ലേ. അപ്പം എന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പം ക്ലാസ്സൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകുന്നുണ്ട്, ഒരുപാട് വ്യൂ ചെയ്യുന്നുണ്ടെങ്കിലും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ചാനൽ നിങ്ങൾ തന്നെ സ്റ്റേബിളാക്കി തരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കേട്ടോ. അപ്പോൾ നമുക്ക് ഇലക്ട്രിസിറ്റി എന്ന ചാപ്റ്ററിലേക്ക് പോകാം, സയൻസിൻ്റെ. അപ്പോൾ നമുക്ക് ഈ അടുത്തൊരു 10-20 ദിവസം കൊണ്ട് തന്നെ ടോപ്പിക്കുകളെല്ലാം മാക്സിമം ഫിനിഷ് ചെയ്യാൻ മാം ശ്രമിക്കാം. അപ്പം അതിനനുസരിച്ച് നിങ്ങൾ വേഗം പഠിച്ചോളൂ കേട്ടോ. എക്സാമിന് മാറ്റമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. അഥവാ ഏതെങ്കിലും രീതിയിൽ പെൻഡാമിക് വഴി നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ തന്നെ വേറെ ഏതെങ്കിലും ഒരു ഫോമിൽ എക്സാം നിങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടത് തന്നെ വരും. അതുകൊണ്ട് നമുക്ക് വേഗം പഠിച്ചു പോകാം. അപ്പം ഇലക്ട്രിസിറ്റിയിലേക്ക് പോകാം. അപ്പം നമുക്ക് ആദ്യമേ പഠിക്കുന്നത് ഇലക്ട്രിക് കറണ്ട്, ഓംസ് ലോ എന്നുള്ള ടേമാണ് ആദ്യമേ പഠിക്കുന്നത്. അപ്പം എന്താണ് ഇലക്ട്രിക് കറണ്ട്, എന്താണ് ഓംസ് ലോ? ഇത് പഠിച്ചിട്ടുള്ള നേരത്തെയുള്ള ചെറിയ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഇലക്ട്രിക് കറണ്ടുകളെയൊക്കെ പറ്റി പഠിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിനകത്ത് ആദ്യമേ പഠിക്കാൻ പോകുന്നത് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയാണ്. എന്താണ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി? എന്താണ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി? സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ഡീൽസ് വിത്ത് ദ ഇലക്ട്രിക് ചാർജ് അറ്റ് റെസ്റ്റ്. എന്താ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്? ഇലക്ട്രിക് ചാർജ് അറ്റ് റെസ്റ്റിലാണ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന വാക്കുകൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പം അടുത്തത് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി കഴിഞ്ഞാൽ എന്തോ? അപ്പം കറണ്ട് ഇലക്ട്രിസിറ്റി. അപ്പോൾ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി പറഞ്ഞു. സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ഡീൽസ് വിത്ത് ദ ഇലക്ട്രോണിക് ചാർജ് അറ്റ് റെസ്റ്റ് ആണ്. വൈൽ അല്ലെങ്കിൽ ബട്ട് പറയാം. അപ്പോൾ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? കറണ്ട് ഇലക്ട്രിസിറ്റി ഡീൽസ് വിത്ത് ദ ഇലക്ട്രിക് ചാർജസ് ഇൻ മോഷൻ. അപ്പം രണ്ടും തമ്മിൽ മനസ്സിലായോ? അറ്റ് റെസ്റ്റിലാണെങ്കിൽ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയാണ്, അറ്റ് മോഷനിലാണെങ്കിൽ കറണ്ട് ഇലക്ട്രിസിറ്റിയാണ്. അപ്പോൾ ഇലക്ട്രിക് കറണ്ടിനെ പറ്റി നമുക്ക് പഠിക്കാം. എന്താണ് ഇനി ഇലക്ട്രിക് കറണ്ട്? എന്താണ് ഇലക്ട്രിക് കറണ്ട്? ദ ഇലക്ട്രിക് കറണ്ട് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജ് ത്രൂ എനി ക്രോസ് സെക്ഷൻ ഓഫ് എ കണ്ടക്ടർ. എന്താണ് അപ്പോൾ ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നത്? റേറ്റ് ഓഫ് ഫ്ലോ ഓഫ്, ഞാനിവിടെ എഴുതാം, റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജ്. ഇതിനെയാണ് റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജ് ആണ് ഇലക്ട്രിക് കറണ്ട്. പിന്നെ അതിനെ മോഡുലേറ്റ് ചെയ്യാൻ വേണ്ടി പിന്നെ നമ്മൾ എങ്ങനെ പറയണം? ദ ഇലക്ട്രിക് കറണ്ട് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജ് ത്രൂ എനി ക്രോസ് സെക്ഷൻ ഓഫ് എ കണ്ടക്ടർ. അതിനെയാണ് നമ്മൾ ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇവിടെയാണ് ഇനി പഠിക്കാനുള്ളത് ഇമ്പോർട്ടൻ്റ്. എന്താണ് ഇലക്ട്രിക് കറണ്ട്, എന്താണ് ഓംസ് ലോ എന്നുള്ളത്. അപ്പം ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത് ഇതാണ്. ഇലക്ട്രിസിറ്റി ഏതൊക്കെ രൂപത്തിലുണ്ട്? സ്റ്റാറ്റിക്കിലും ഉണ്ട്, കറണ്ട് ഇലക്ട്രിസിറ്റി ഉണ്ട്. അത്രയും പഠിച്ചു. ഇനി ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്, അപ്പോൾ ഇലക്ട്രിക് കറണ്ട് ഞാൻ ഇവിടെ പറഞ്ഞു, ഞാൻ അക്ഷരത്തിൽ ഡിനോട്ട് ചെയ്യാം. ഇലക്ട്രിക് കറണ്ട് ഐ എന്ന് പറയുന്നത് എന്തുവാ? ചാർജ് അപ്പോൺ ടൈം ആണ് കേട്ടോ. എന്താ? ചാർജ് അപ്പോൺ ടൈം. ഐ ഈസ് ഈക്വൽ ടു ചാർജ് അപ്പോൺ ടൈം. അപ്പോൾ ഈ ചാർജ് എന്ന് പറയുന്നത് എങ്ങനെ ഡിനോട്ട് ചെയ്യണം? ക്യൂ കൊണ്ട് ഡിനോട്ട് ചെയ്യണം, ടൈമിനെ ടി കൊണ്ട് ഡിനോട്ട് ചെയ്യണം. അപ്പോൾ എന്താവും? ഐ ഈസ് ഈക്വൽ ടു ക്യൂ അപ്പോൺ ടി എന്നാവും. അപ്പോൾ ഇതെന്താണ്? ഇലക്ട്രിക് കറണ്ട് കണ്ടുപിടിക്കാനുള്ള വാക്യം ഏതാണ്? ഐ ഈസ് ഈക്വൽ ടു ക്യൂ അപ്പോൺ ടി. അപ്പോൾ അത്രയും മനസ്സിലായല്ലോ. അപ്പോൾ ഇനി ഇലക്ട്രിക് കറണ്ടിന് ഒരു ക്വാണ്ടിറ്റി ഉണ്ട്. ഇലക്ട്രിക് കറണ്ടിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, സ്കെലാർ ക്വാണ്ടിറ്റി. ഇലക്ട്രിക് കറണ്ടിൻ്റെ ക്വാണ്ടിറ്റിയാണ് സ്കെലാർ ക്വാണ്ടിറ്റി. അപ്പോൾ ഇലക്ട്രിക് കറണ്ടിൻ്റെ ക്വാണ്ടിറ്റിയെ നമ്മൾ സ്കെലാർ ക്വാണ്ടിറ്റി എന്ന് പറയും. ഇനി നമുക്ക് ആംപിയർ എന്താണ്? എന്താണ് ആംപിയർ? അപ്പോൾ ആംപിയറിലേക്ക് പോകാം. ആംപിയർ എന്ന് പറയുന്നത് SI യൂണിറ്റ് ഓഫ് എ കറണ്ട് ആണ്. SI
യൂണിറ്റ് ഓഫ് എ കറണ്ടിനെയാണ് ആംപിയർ എന്ന് പറയുന്നത്. ഇനിയിപ്പം ആംപിയറിനെ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ നമുക്ക് ആംപിയറിനെ ഡിഫൈൻ ചെയ്യാം? ഇഫ് വൺ കൊളംബ് ഓഫ് എ ചാർജ് ഫ്ലോ ത്രൂ എനി ക്രോസ് സെക്ഷൻ ഓഫ് എ കണ്ടക്ടർ ഇൻ 1 സെക്കൻഡ്, then current through it is said to be 1 ആംപിയർ. അപ്പം 1 ആംപിയർ എന്ന് പറയുന്നത് എന്താ? ഒരു കൊളംബ് ചാർജ് എന്ത് ചെയ്യും? ഒരു ക്രോസ് സെക്ഷനിലൂടെ 1 സെക്കൻഡ് കടന്നു പോകുമ്പോൾ അപ്പം അതിനുള്ള കറണ്ടിനെ ത്രൂ ഇറ്റ് സെഡ് ടു ബി 1 ആംപിയർ എന്ന് പറയും. ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. If one column of charge flow through any cross section of a conductor in 1 second, then current through it is said to be 1 ampere. അപ്പം അത് മനസ്സിലായല്ലോ. 1 ആംപിയർ എന്നുള്ളതിന് ഡെഫിനിഷൻ ഉണ്ട്. ആംപിയർ എന്ന് പറയുന്നത് SI യൂണിറ്റിൻ്റെ കറണ്ടിൻ്റെ SI യൂണിറ്റ് ആണ്. SI യൂണിറ്റ് ഓഫ് കറണ്ടിൻ്റെ SI യൂണിറ്റ് ആണ് ആംപിയർ എന്ന് പറയുന്നത്. അപ്പം ആംപിയർ എന്ന് പറയുന്നത് ഒരു കൊളംബ് ചാർജ് ഒരു ക്രോസ് സെക്ഷൻ കണ്ടക്ടറിലൂടെ 1 സെക്കൻഡിൽ കടന്നു പോകുമ്പോഴുള്ള കറണ്ട് ത്രൂ ഇറ്റ് ഈസ് സെഡ് ടു ബി. അപ്പം കടന്നു പോകുന്ന ആ കറണ്ടിൻ്റെ അളവാണ് എന്ത്? ആംപിയർ എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇലക്ട്രിക് സർക്യൂട്ട് എന്താണെന്ന് പഠിക്കാം. അപ്പോൾ ഓരോ പോയിന്റുകളാണ് കേട്ടോ പറഞ്ഞിരുന്നത്, വലിച്ചു നീട്ടുന്നില്ല. ഇതിനകത്തല്ലാത്ത ഒരു വാക്കുകളും നിങ്ങളുടെ NCERT ബുക്കിലും ഇല്ല, അതുപോലെ കവർ ചെയ്തിട്ടുണ്ട് ഞാൻ ഇതിനകത്ത്. ഇലക്ട്രിക് സർക്യൂട്ട് എന്ന് പറയുന്നത് ദ ക്ലോസ്ഡ് പാത്ത് എലോങ് വിച്ച് ആൻ ഇലക്ട്രിക് കറണ്ട് ഫ്ലോസ് ഈസ് കാൾഡ് ഇലക്ട്രിക് സർക്യൂട്ട്. അപ്പോൾ ഇലക്ട്രിക് സർക്യൂട്ട് എന്ന് പറയുന്നത് എന്താ? ദ ക്ലോസ്ഡ് പാത്ത് എലോങ് വിത്ത് ആൻ ഇലക്ട്രിക് സർക്യൂട്ട്. അപ്പോൾ ഇവിടെ എന്താ? ക്ലോസ്ഡ് പാത്ത് ആണ് കേട്ടോ. ക്ലോസ്ഡ് പാത്ത് എലോങ് വിച്ച് ആൻ ഇലക്ട്രിക് കറണ്ട് ഫ്ലോ ഈസ് കാൾഡ് ഇലക്ട്രിക് സർക്യൂട്ട്. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് കൺവെൻഷണൽ ഡയറക്ഷൻ ഓഫ് കറണ്ട് ആണ്. ഞാനിവിടെ എഴുതാവേ. അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് കൺവെൻഷണൽ ഡയറക്ഷൻ ഓഫ് കറണ്ട് പറയാം. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞു, ആദ്യം മുതലെല്ലാം ക്വസ്റ്റ്യൻ ആൻസർ പാറ്റേണിൽ തന്നെ അങ്ങ് പറഞ്ഞു തരികയാണ്. അപ്പോൾ ഈ കൺവെൻഷണൽ ഡയറക്ഷൻ ഓഫ് കറണ്ട് എന്ന് വെച്ചാൽ ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് പോസിറ്റീവ് ചാർജ് ത്രൂ ദ കണ്ടക്ടർ ഈസ് ടേക്കൺ ആസ് എ ഡയറക്ഷൻ ഓഫ് കറണ്ട്. അപ്പം ദ ഡയറക്ഷൻ ഓഫ് കൺവെൻഷണൽ കറണ്ട് ഈസ് ഓപ്പോസിറ്റ് ടു ഓഫ് ദ നെഗറ്റീവ് ചാർജ്ഡ് ഇലക്ട്രോൺ. അപ്പം നെഗറ്റീവ് ചാർജ്ഡ് ഇലക്ട്രോണിൻ്റെ ഓപ്പോസിറ്റ് ആണ് എന്ത്? കൺവെൻഷണൽ കറണ്ട്. കൺവെൻഷണൽ കറണ്ട് എപ്പോഴും എന്താണ്? നെഗറ്റീവ് ചാർജ്ഡ് ഇലക്ട്രോൺസുകളുടെ ഓപ്പോസിറ്റ് വേ ആണ് എന്ത്? കൺവെൻഷണൽ കറണ്ട്. ദ ഡയറക്ഷൻ ഓഫ് എ മോഷൻ ഓഫ് എ പോസിറ്റീവ് ചാർജ് ത്രൂ ദ കണ്ടക്ടർ ഈസ് ടേക്കൺ ആസ് ദ ഡയറക്ഷൻ ഓഫ് കറണ്ട്. അപ്പോൾ എന്താ? പോസിറ്റീവ് ചാർജ് ത്രൂ ദ കണ്ടക്ടർ ആണ്. അപ്പോൾ എന്താണ്? ഓപ്പോസിറ്റ് ഓഫ് ദ പിന്നെ കൺവെൻഷണൽ കറണ്ട് ഓപ്പോസിറ്റ് ഓഫ് ദ നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺ. നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോണിൻ്റെ എന്താ? ഓപ്പോസിറ്റ് ആണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് ആണ് അത് സഞ്ചരിക്കുന്നത്. അപ്പം ഈ കൺവെൻഷണൽ ഡയറക്ഷൻ ഓഫ് കറണ്ട് എന്താണ് ഡയറക്ഷൻ ഓഫ് കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്താണ് അവിടെ? ദ ഡയറക്ഷൻ ഓഫ് കൺവെൻഷണൽ കറണ്ട് ഈസ് ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് ദ നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺ. അപ്പം ഇനി നമ്മൾ ഇത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തൊരു ടോപ്പിക് എന്ന് വെച്ചാൽ ഇലക്ട്രോ കെമിക്കൽ ഓർ വോൾട്ടായിക് സെല്ല്. അപ്പം സാധാ സെല്ല്, ഇലക്ട്രോ കെമിക്കൽ സെല്ല് അല്ലെങ്കിൽ വോൾട്ടായിക് സെല്ല് എന്ന് പറയുന്നത് സാധാ ബാറ്ററിയെ തന്നെയാണ് പറയുന്നത്. അപ്പം ഇവിടെ എഴുതാം വോൾട്ടായിക് സെൽ അല്ലെങ്കിൽ ഇലക്ട്രോ കെമിക്കൽ സെൽ. ഇറ്റ് ഈസ് എ ഡിവൈസ് വിച്ച് കൺവേർട്ട് കെമിക്കൽ എനർജി ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി. അപ്പം എന്താണ്? കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട്, ഞാനിവിടെ വലിയ ഫോമിൽ എഴുതിയിട്ടുള്ളൂ, കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ഡിവൈസാണ്. ഡിവൈസിനെയാണ് വോൾട്ടായിക് സെൽ അല്ലെങ്കിൽ ഇലക്ട്രോ തെർമൽ സെൽ എന്ന് നമ്മൾ പറയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ പഠിക്കാം എന്താണ്. തൊട്ടടുത്ത വാക്ക് ബുക്കിനകത്ത് തന്നെ കിടപ്പുണ്ട്, ഗാൽവാനോമീറ്റർ. എന്താണ് galvanometer. എന്താണ് galvanometer? It is a device to detect current on an electric circuit. എന്താ? ഇലക്ട്രിക് സർക്യൂട്ടിലെ കറണ്ടിനെ ഡിറ്റക്റ്റ് ചെയ്യുന്ന മെഷീനെയാണ് നമ്മൾ, ഡിവൈസിനെയാണ് ഗാൽവാനോമീറ്റർ എന്ന് പറയുന്നത്. എന്താ? ഡിറ്റക്റ്റ് കറണ്ട് എവിടെ? ഇലക്ട്രിക്
സർക്യൂട്ട്, ഇലക്ട്രിക് സർക്യൂട്ടിനകത്തുള്ള കറണ്ടിനെ ഡിറ്റക്റ്റ് ചെയ്യുന്ന ഡിവൈസിനെയാണ് നമ്മൾ ഗാൽവനോമീറ്റർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തത് അമ്മീറ്റർ എന്താണെന്ന് പഠിക്കാം. ഞാൻ ഈ പേജ് ഒന്ന് മറിക്കട്ടെ. ഇനി നമുക്ക് അമ്മീറ്ററിലേക്ക് പോകാം. എന്താണ് അമ്മീറ്റർ? ഇറ്റ് ഈസ് എ ഡിവൈസ് ടു മെഷർ കറണ്ട് ഇൻ എ സർക്യൂട്ട്. അപ്പോൾ എന്താ, സർക്യൂട്ടിലുള്ള കറണ്ടിനെ മെഷർ ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് അമ്മീറ്റർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ലോ റെസിസ്റ്റൻസ് ഗാൽവാനോമീറ്റർ ആൻഡ് ഇറ്റ് ആൾവേസ് കണക്റ്റഡ് ഇൻ എ സീരീസ് ഇൻ എ സർക്യൂട്ട്. ഇതെന്താ, ലോ റെസിസ്റ്റൻസ് ഗാൽവാനോമീറ്റർ ആണ്. എന്താ ഇത്? ഇറ്റ് ഈസ് എ ലോ റെസിസ്റ്റൻസ് ഗാൽവാനോമീറ്റർ. ഏതാണ് ഗാൽവാനോമീറ്റർ? എന്താണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു തന്നു. ലോ റെസിസ്റ്റൻസ് ഗാൽവാനോമീറ്ററിനെയാണ് അമ്മീറ്റർ എന്ന് പറയുന്നത്. ഇറ്റ് ആൾവേസ് കണക്റ്റഡ് ഇൻ എ സീരീസ്. ഇങ്ങനെ നേരെയായിട്ട് കണക്ട് ചെയ്ത് വയ്ക്കുള്ളൂ. ഇനി നമുക്ക് പറയാൻ പോകുന്നത് വോൾട്ടോമീറ്റർ കേട്ടോ. അമ്മീറ്റർ പറഞ്ഞു, വോൾട്ടോമീറ്റർ. എന്താണ് വോൾട്ടോമീറ്റർ? ഇറ്റ് ഈസ് എ ഡിവൈസ് ടു മെഷർ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പോൾ ഇതെന്താ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയാണ് വോൾട്ടാമീറ്റർ വെക്കുന്നത്. ഇറ്റ് ഈസ് എ ഹൈ റെസിസ്റ്റൻസ് ഗാൽവാനോമീറ്റർ ആൻഡ് ഇറ്റ് ആൾവേസ് കണക്റ്റഡ് ഇൻ എ പാരലൽ ടു ദ കമ്പോണന്റ് അക്രോസ് വിച്ച് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ടു ബി മെഷേർഡ്. അപ്പോൾ എന്താ, ഇറ്റ് ഈസ് എ ഹൈ റെസിസ്റ്റൻസ് ഗാൽവാനോമീറ്റർ ആണ്. അമ്മീറ്റർ ലോ റെസിസ്റ്റന്റ് ഗാൽവാനോമീറ്റർ ആണെങ്കിൽ വോൾട്ടാമീറ്റർ എന്താ, ഹൈ റെസിസ്റ്റൻസ് ഗാൽവാനോമീറ്റർ ആണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് ഇവിടെ മെഷർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു വോൾട്ടാമീറ്ററിൻ്റെ സിമ്പൽ നമ്മളിവിടെ വരയ്ക്കുകയാണെങ്കിൽ, വോൾട്ടാമീറ്റർ ഇതാണെങ്കിൽ എന്താ, ഇങ്ങോട്ടും പോസിറ്റീവ് സൈഡ് ഇതും നെഗറ്റീവ് സൈഡ് ഇതും, ഇങ്ങനെയാണ് ഇതിനെ റെപ്രസെൻ്റ് ചെയ്ത് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനിലേക്ക് പോകാം, ഓംസ് ലാ. അപ്പം ഓംസ് ലാ നമുക്ക് പഠിക്കാം. അപ്പം നമുക്ക് ഓംസ് ലായിലേക്ക് പോകാം. ഓംസ് ലാ എന്ന് പറയുന്നത് ദ കറണ്ട് ത്രൂ എ കണ്ടക്ടർ ബിറ്റ്വീൻ 2 പോയിന്റ്. 2 പോയിന്റിലൂടെ ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് പോകും. ഈ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ വോൾട്ടേജ്. അപ്പം എന്താ, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ വോൾട്ടേജ് across the 2 point provided external condition remain constant. അപ്പോൾ എന്താ, a current through a conductor between 2 point is directly proportional to the voltage across the 2 point provided external conditions remains constant. അപ്പം കറണ്ട് ഒരു 2 പോയിന്റിലൂടെ ഇങ്ങനെ കയറി പോകുമ്പോഴായാലും എന്താണ് സംഭവിക്കുന്നത്, എക്സ്റ്റേണൽ കണ്ടീഷൻ അതിൻ്റെ റിമെയിൻസ് കോൺസ്റ്റന്റ് തന്നെയായിരിക്കും, നോ ചേഞ്ചസ് ആണ്. അതിനെയാണ് ഓംസ് ലാ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഓംസ് ലായെ മാത്തമാറ്റിക്കലി എക്സ്പ്രഷൻ ചെയ്യാൻ വരും. എന്താണ് ഓംസ് ലാ? അപ്പോൾ എന്താ, കറണ്ട് പ്രപ്പോർഷണൽ വോൾട്ട് എന്നാണ്. അപ്പം ഞാൻ ഓൾറെഡി വോൾട്ട് എഴുതി, പ്രപ്പോർഷണൽ വോൾട്ട് എന്നാണ്. എന്തിനാണ് പ്രപ്പോർഷണൽ? കറണ്ടിനാണ് പ്രപ്പോർഷണൽ. ഐ പ്രപ്പോർഷണൽ ടു വി എന്നാണ് മാത്തമാറ്റിക്കലി എക്സ്പ്രസ് ചെയ്യുന്നത് ഓംസ് ലായെ. അപ്പം ഐ പ്രപ്പോർഷണൽ വി ആണെങ്കിൽ വി എന്തുമായിരിക്കും? വി എങ്ങനെ കണ്ടുപിടിക്കും? ഐ പ്രപ്പോർഷണൽ ഓൾറെഡി വി ആണ്. അപ്പം ഓംസ് ലാ സ്റ്റേറ്റ് ആവും. അപ്പം നമുക്ക് വിയെ കണ്ടുപിടിക്കണമെങ്കിൽ, വോൾട്ട് കണ്ടുപിടിക്കണമെങ്കിൽ എന്താ മക്കളെ ചെയ്യുന്നത്? അപ്പം വി ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ ആണ്. ആർ എന്ന് പറഞ്ഞാൽ എന്താ, റെസിസ്റ്റൻസ് ആണ് കേട്ടോ. ഇവിടുത്തെ ആർ എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ആണ് കേട്ടോ, റെസിസ്റ്റൻസ് ആണ്. അപ്പം നമ്മളൊരു വി ഐ ഗ്രാഫിലൂടെ, വി എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ എന്തൊക്കെയാണെന്ന് എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം വോൾട്ട് കറണ്ട് ഗ്രാഫിലൂടെ, അപ്പം വി ഐ ഗ്രാഫ് എന്നാണ് പറയുന്നത് കേട്ടോ, വി ഐ ഗ്രാഫ്. അപ്പോൾ ഈ വി ഐ ഗ്രാഫ് എന്താ, പൊട്ടൻഷ്യൽ ഡിഫറൻസും വേണം, കറണ്ടും വേണം. അപ്പം എന്താണ് അത്, കണ്ടീഷൻ റിമൈൻസ് കോൺസ്റ്റൻറ്റും ആയിരിക്കണം. കണ്ടീഷൻ റിമൈൻസ് കോൺസ്റ്റൻ്റ് ആകുമ്പോൾ നമ്മൾ ഗ്രാഫ് എങ്ങനെ വരയ്ക്കും? ദ ഗ്രാഫ് ഇങ്ങനെ വരയ്ക്കണം. അപ്പം ഇങ്ങനെ വരച്ചിട്ട് ഇത് എന്താ, വി പൊട്ടൻഷ്യൽ, ഇതെന്താ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് വി കേട്ടോ. ഇത് കറണ്ട് ഐ പൊട്ടൻഷ്യൽ. അപ്പം നമുക്കിതിനെ വി പ്രപ്പോർഷണൽ ടു ഐ എന്നാക്കണം. എങ്ങനെയാക്കും? ഇങ്ങനെയാണ് വി പ്രപ്പോർഷണൽ ടു ഐ എന്നുള്ള വി ഐ ഗ്രാഫ് വരച്ചിരിക്കുന്നത്. വി പ്രപ്പോർഷണൽ ടു ഐ ഇങ്ങനെ വരും. അപ്പം ഇത്രയും മനസ്സിലായോ?
അപ്പം ഞാനിവിടെ പറഞ്ഞു വി ഈസ് ഈക്വൽ ടു ഐ ആർ ആണ്. ആർ എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ആണെന്ന്. അപ്പോൾ ഈ റെസിസ്റ്റൻസ് എന്ന് വെച്ചാൽ എന്താ? ഇത് പ്രോപ്പർട്ടി ഓഫ് എ കണ്ടക്ടറാണ്. ഒരു കണ്ടക്ടറിൻ്റെ പ്രോപ്പർട്ടിയെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. പ്രോപ്പർട്ടി ഓഫ് എ കണ്ടക്ടർ ടു റെസിസ്റ്റ് ദ ഫ്ലോ ഓഫ് ചാർജ് ത്രൂ ഇറ്റ്. അപ്പോൾ എന്താ? പ്രോപ്പർട്ടി ഓഫ് എ കണ്ടക്ടർ ടു റെസിസ്റ്റ് ദ ഫ്ലോ ഓഫ് ചാർജ് ത്രൂ ഇറ്റ് ആണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇതിനെന്തുകൊണ്ട് അപ്പം റെസിസ്റ്റൻസ് ഞാൻ പറഞ്ഞു. എസ് ഐ യൂണിറ്റ് ഓഫ് എ റെസിസ്റ്റൻസ് എന്താ? എസ് ഐ യൂണിറ്റ് ഓഫ് എ റെസിസ്റ്റൻസ് എന്താ? ഓർത്ത് നോക്കിയേ, അതിനെയാണ് നമ്മൾ ഓം അല്ലെങ്കിൽ ഈ ചിഹ്നത്തിൽ ഡിനോട്ട് ചെയ്ത് വെക്കുന്ന. ഇതാണ് ഓം. അപ്പം നമുക്കിനി പറയാം 1 ഓം എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? 1 ഓം എന്ന് പറഞ്ഞാൽ 1 വോൾട്ട് അപ്പോൺ 1 ആംപിയർ ആണ് കേട്ടോ. 1 ഓമിനെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? എസ് ഐ യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ് ഓം. അപ്പം 1 ഓം എന്ന് പറയുന്നത് എന്തോ? 1 വോൾട്ട് അപ്പോൺ 1 ആംപിയറിനെയാണ് എന്ത് പറയുന്നത്? 1 ഓം എന്ന് പറയും. ഇനി 1 ഓം എന്ന് പറഞ്ഞാൽ എന്താ? വെൻ എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് 1 വോൾട്ട് ആൻഡ് കറണ്ട് ത്രൂ ദ സർക്യൂട്ട് ഈസ് 1 ആംപിയർ, ദ റെസിസ്റ്റൻസ് ഈസ് 1 ഓം. എപ്പോഴാണ് ഈ 1 ഓം ആയിട്ട് മാറുന്നത്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് 1 വോൾട്ട് ആൻഡ് കറണ്ട് ത്രൂ ദ സർക്യൂട്ട് ഈസ് ഇൻ 1 ആംപിയർ. 1 ആംപിയറിൽ 1 വോൾട്ട് കറണ്ട് റെസിസ്റ്റൻസിലൂടെ കടന്നു പോകുമ്പോഴാണ് 1 ഓം എന്ന് പറയുന്നത്. അപ്പോൾ 1 ഓം എന്താന്ന് മനസ്സിലായല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു എന്താ? ഓം പറഞ്ഞു. 1 ഓം എന്താന്ന് പറഞ്ഞു? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് 1 വോൾട്ട് ആൻഡ് കറണ്ട് ത്രൂ ദ സർക്യൂട്ട് ഇൻ എ 1 ആംപിയർ. 1 വോൾട്ടിൽ 1 ആംപിയർ വോൾട്ട് കറണ്ട് കടന്നു പോകുമ്പോഴാണ് എന്ത്? ദെൻ റെസിസ്റ്റൻസ് ഈസ് 1 ഓം എന്ന് പറയുന്നത്. ഇനി റിയോസ്റ്റാറ്റ് എന്തൊക്കെയാണ്? എന്താണ് റിയോസ്റ്റാറ്റ് എന്ന് നോക്കാം. എന്താണ് റിയോസ്റ്റാറ്റ്? റിയോസ്റ്റാറ്റ് ഈസ് എ വേരിയബിൾ റെസിസ്റ്റർ യൂസ്ഡ് ടു റെഗുലേറ്റ് കറണ്ട് വിത്തൗട്ട് ചേഞ്ചിങ് ദ സോഴ്സ് ഓഫ് വോൾട്ടേജ്. വോൾട്ടേജിന്റെ സോഴ്സിനെ ചേഞ്ച് ചെയ്യാതെ വേരിയബിൾ റെസിസ്റ്റർ യൂസ്ഡ് ടു റെഗുലേറ്റ് കറണ്ട്, കറണ്ടിന് വേണ്ടി വേരിയബിൾ റെഗുലേറ്റ് ചെയ്യുന്ന എന്താണ്? റെസിസ്റ്ററുകളെയാണ് എന്ത് പറയുന്നത്? റിയോസ്റ്റാറ്റ് ഈസ് എ വേരിയബിൾ റെസിസ്റ്റർ യൂസ്ഡ് ടു റെഗുലേറ്റ് കറണ്ട് വിത്തൗട്ട് ചേഞ്ചിങ് ദ സോഴ്സ് ഓഫ് വോൾട്ടേജിനെയാണ് എന്ത് നമ്മൾ പറയുന്നത്? റിയോസ്റ്റാറ്റ് എന്ന വാക്ക് കൊണ്ട് ഉപയോഗിക്കുന്നത്. ഇവിടെ എന്താ? വിത്തൗട്ട് ചേഞ്ചിങ് ദ സോഴ്സ് ഓഫ് വോൾട്ടേജ് ആണ് കേട്ടോ. അപ്പോൾ എന്താ ഇവിടെ ചെയ്യുന്നത്? വേരിയബിൾ റെസിസ്റ്റർ യൂസ് ചെയ്യും. എവിടെ? റെഗുലേറ്റ് കറണ്ടിന് വേണ്ടി കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യും? വേരിയസ് റെസിസ്റ്റർ യൂസ് ചെയ്യും റെഗുലേറ്റ് കറണ്ടിന് വേണ്ടി. അപ്പം ചേഞ്ചിങ് ദ സോഴ്സ് ഓഫ് വോൾട്ടേജ് എന്താ? വിത്തൗട്ട് ആണ്, അത് ചേഞ്ച് ചെയ്യുകയില്ല. അതിനെയാണ് റിയോസ്റ്റാറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഫാക്ടേഴ്സ് ഓൺ വിച്ച് ദ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഡിപ്പെൻഡ്. അപ്പോൾ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഡിപ്പെൻസ്. എന്തിനെയൊക്കെ ഡിപ്പെൻസ് ചെയ്യാണ് റെസിസ്റ്റൻസ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ to the length of a conductor. എന്താ? directly proportional to length of a conductor. ഞാൻ ഷോർട്ട് ഫോമിലാണ് എഴുതുന്നത്. directly proportional to length of a conductor ആണ് ഒന്ന്. ഇനി രണ്ടാമത്തേന്ന് വെച്ചാൽ inversely proportional to the proportional to the area of താഴോട്ട് എഴുതാം cross section. അപ്പം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ലെങ്ത് ഓഫ് എ കണ്ടക്ടർ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ഏരിയ ഓഫ് എ ക്രോസ് സെക്ഷൻ. ഇനി മൂന്നാമത്തത് എന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ടെമ്പറേച്ചർ. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ടെമ്പറേച്ചർ. അപ്പം 1, 2, 3 പറഞ്ഞു. ഞാൻ പേജ് മറിക്കട്ടെ. ഇനി നാലാമത്തേന്ന് പറയുന്നത് ഡിപ്പെൻസ് ഓൺ ദ നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ ആണ്. ഡിപ്പെൻസ് ഓൺ ദ nature of material കേട്ടോ. അപ്പം ഒന്നാമത്തെ പറഞ്ഞു ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ലെങ്ത് ഓഫ് കണ്ടക്ടർ, രണ്ടാമത്തെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, മൂന്നാമത്തത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ടെമ്പറേച്ചർ, ഫോർത്ത് വൺ ഈസ് ഡിപ്പെൻഡ് ഓൺ ദ നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ. ഇത്രയാണ് എന്ത്? ഫാക്ടർ വിച്ച് റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പം ഈ 4 എണ്ണം. ഇനി അടുത്തതെന്ന് പറഞ്ഞത് റെസിസ്റ്റിവിറ്റിയാണ്. എന്താണ് റെസിസ്റ്റിവിറ്റി? റെസിസ്റ്റിവിറ്റിയുടെ നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലോ. റോ, RHO, റോ എന്നാണ് സിംബലൈസ് ചെയ്യുന്നത്. ഒരു ഇങ്ങനെ
ഇതാണ് റോ. റെസിസ്റ്റിവിറ്റിയുടെ സിമ്പലാണ് ഇത്. റെസിസ്റ്റിവിറ്റി എന്താ? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ദ ക്യൂബ് ഓഫ് മെറ്റീരിയൽ ഓഫ് എ സൈഡ് 1 മീറ്റർ വെൻ കറണ്ട് ഫ്ലോസ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് ഓപ്പോസിറ്റ് ഫേസസ്. അപ്പോൾ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നതിൻ്റെ എന്താണ് സിമ്പിൾ? റോ ആണ്. റോയെ സിംബലൈസ് ചെയ്യുന്നത് ഇതാ ഈ അക്ഷരം കൊണ്ട്, ഇങ്ങനെയുള്ള ഈ സിമ്പൽ കൊണ്ടാണ്. എങ്ങനെയാണ് റെസിസ്റ്റിവിറ്റി നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടത്? റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ എ ക്യൂബ് ഓഫ് എ മെറ്റീരിയൽ ഓഫ് സൈഡ് 1 മീറ്റർ. അപ്പോൾ ക്യൂബ് ഓഫ് എ മെറ്റീരിയൽ സൈഡ് 1 മീറ്റർ വെൻ കറണ്ട് ഫ്ലോസ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് ഓപ്പോസിറ്റ് ഫേസ്. അപ്പോൾ എന്താ? പിന്നെ കറണ്ട് ഫ്ലോസ് പെർപെൻഡിക്കുലർ ടു ഇറ്റ് ഓപ്പോസിറ്റ് സൈഡ്, ഇതിനെയാണ് നമ്മൾ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പം അത് റെസിസ്റ്റിവിറ്റിയുടെ SI യൂണിറ്റ്. അപ്പം റെസിസ്റ്റിവിറ്റി, അപ്പം റെസിസ്റ്റിവിറ്റിയുടെ സിമ്പലാണ് എഴുതിയത്, വായിക്കുന്നത് റോ എന്നാണ്. അപ്പം SI യൂണിറ്റ് എന്താ? ഓംസ് ആണ് കേട്ടോ. ഓംസ് മീറ്റർ ആണ്. ഓം മീറ്റർ ആണ് SI യൂണിറ്റ് ഓഫ് എ റെസിസ്റ്റിവിറ്റി. അപ്പോൾ അത്രയും മനസ്സിലായോ? ഇനി നമ്മൾ ഇനി നമുക്ക് അതിനെപ്പറ്റി കുറച്ച് കാര്യം പറയാം. റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ഓം മീറ്റർ ആണ്. അതിനെ നമ്മൾ ഇങ്ങനെ എഴുതും. പിന്നെ റെസിസ്റ്റിവിറ്റി ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ചേഞ്ച് ഇൻ ലെങ്ത് അല്ലെങ്കിൽ ഏരിയ ഓഫ് എ ക്രോസ് സെക്ഷൻ, ബട്ട് ഇറ്റ് ചേഞ്ച് വിത്ത് ദ ടെമ്പറേച്ചർ. അപ്പോൾ റെസിസ്റ്റിവിറ്റി ചേഞ്ച് ആവില്ല ലെങ്ത് അല്ലെങ്കിൽ ഏരിയ. ലെങ്തിലോ ഓർ ഏരിയ ഓഫ് എ ക്രോസ് സെക്ഷനിൽ വായിക്കാൻ പറ്റുന്നോ? എന്ത് ചെയ്യില്ല? ഡസ് നോട്ട് ചേഞ്ച് ആണ് കേട്ടോ. ഡസ് നോട്ട് ചേഞ്ച് ലെങ്ത് ഓർ ഏരിയ ഓർ ക്രോസ് സെക്ഷൻ. പിന്നെ എന്തിന് ചേഞ്ച് ആവും? ചേഞ്ചസ് വിത്ത് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ഇതിൻ്റെ ചേഞ്ച് ആവുന്നതിൻ്റെ അകത്ത് ടെമ്പറേച്ചറിനകത്ത് ചേഞ്ചസ് ഉണ്ടാകും. അപ്പം റെസിസ്റ്റിവിറ്റി ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ചേഞ്ച് ഇൻ ലെങ്ത് ഓർ ക്രോസ് സെക്ഷൻ, ബട്ട് ഇറ്റ് ചേഞ്ച് വിത്ത് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ഇനി റേഞ്ച് ഓഫ് റെസിസ്റ്റിവിറ്റി ഓഫ് എ മെറ്റൽ ആൻഡ് അലോയി ഈസ് 10⁻⁻⁻⁸ to 10⁻⁻6 6 ഓം മീറ്റർ ആണ് കേട്ടോ. അപ്പം റേഞ്ച് ഓഫ് റെസിസ്റ്റിവിറ്റി ഓഫ് എ മെറ്റലിൻ്റെ ഓക്കെ, മെറ്റലിൻ്റെ റെസിസ്റ്റിവിറ്റി എന്താണ് മക്കളെ? 10⁻⁻8 മുതൽ 10⁻⁻6 വരെ ഉണ്ട്. എന്ത്? ഓംസ് മീറ്റർ റെസിസ്റ്റിവിറ്റി ഉണ്ട് മെറ്റലിന്. പക്ഷേ ഇൻസുലേറ്ററിനകത്ത് എന്താണ്? ഇവിടെ -8 ആണെങ്കിൽ ഇവിടെ 10⁻12 മുതൽ 10⁻17 ഓം മീറ്റർ ആണ് എന്ത്? ഇൻസുലേറ്ററിൻ്റെ റെസിസ്റ്റിവിറ്റി. അപ്പം റെസിസ്റ്റിവിറ്റി മെറ്റലിനകത്തും അലോയിക്കകത്തും ഇതാണെങ്കിൽ ഇൻസുലേറ്ററിനകത്ത് എന്താ? ഈ നമ്പറാണ്. ഇനി റെസിസ്റ്റിവിറ്റി ഓഫ് എ അലോയി ഈസ് ജനറലി ഹയർ ദാൻ ദാറ്റ് ഓഫ് ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് മെറ്റൽ. അപ്പോൾ എന്താ? അലോയി ജനറലി ഹയർ ദാൻ. അപ്പോൾ ഇതിൽ റെസിസ്റ്റിവിറ്റി ഏറ്റവും കൂടുതൽ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് വരുന്ന എന്താ? അലോയി ആണ് കേട്ടോ. അലോയിക്കാണ് റെസിസ്റ്റിവിറ്റി കൂടുതൽ. അലോയി ഡു നോട്ട് ഓക്സിഡൈസ്ഡ്. എന്താണ് കാരണം? അലോയി ഡു നോട്ട് ഓക്സിഡൈസ്ഡ് ബേൺ റെഡിലി ടു ഹൈ ടെമ്പറേച്ചർ. അപ്പം ഹൈ ടെമ്പറേച്ചറിൽ പോലും ഓക്സിഡൈസ് ആവാനോ ബേൺ ആവാനോ റെഡി അല്ല ആര്? അലോയി. അതുകൊണ്ടാണ് ഹയർ റെസിസ്റ്റിവിറ്റി അതിന് ഉള്ളത്. സോ ദേ ആർ കോമൺലി യൂസ്ഡ് ഇൻ ഇലക്ട്രിക്കൽ ഹീറ്റിംഗ് ഡിവൈസ്. അപ്പോൾ ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇലക്ട്രിക്കൽ ഹീറ്റിംഗ് ഡിവൈസിനകത്ത് ആണ് റെസിസ്റ്റിവിറ്റി കൂടിയ അലോയി യൂസ് ചെയ്യുന്നത്. കോപ്പർ ആൻഡ് അലൂമിനിയം ആർ യൂസ്ഡ് ഫോർ ഇലക്ട്രിക്കൽ ട്രാൻസ്മിഷൻ ലൈൻ ആസ് ദേ ഹാവ് ലോ റെസിസ്റ്റിവിറ്റി. അപ്പം ഇലക്ട്രിക്കൽ ട്രാൻസ്മിഷൻ ലൈനിനകത്ത് ട്രാൻസ്മിഷൻ ലൈനിനകത്ത് എന്താണ് ഉപയോഗിക്കുന്നത്? കോപ്പർ ആൻഡ് അലൂമിനിയം. കോപ്പറും അലൂമിനിയം ആണ് എവിടെ ഉപയോഗിക്കുന്നത്? ട്രാൻസ്മിഷൻ ലൈനിൽ യൂസ് ചെയ്യുന്നത്. ബിക്കോസ് ദേ ഹാവ് എ ലോ റെസിസ്റ്റിവിറ്റി ആണ് അതിനുള്ളത്. ഇനി നമുക്ക് ഒരു എളുപ്പത്തിലൊരു കൺസെപ്റ്റ് ഓഫ് ഫോർമുല പഠിക്കാം കേട്ടോ. കൺസെപ്റ്റ് ഓംസ്
ഇല്ല. അപ്പം ഞാൻ രണ്ടെണ്ണം ഇവിടെ പറയാം, ഓംസ് ലായും കറണ്ട് ഫോർമുലയും പറഞ്ഞുതരാം. അപ്പം ഞാനിവിടെ കൺസെപ്റ്റ് ഓഫ് ഫോർമുലയ്ക്ക് ഞാനൊരു ട്രയാങ്കിൾ വരയ്ക്കുകയാണ്. അതിനെ ഞാൻ 3ആയിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ എന്താ വി കൺസെപ്റ്റ് ഓംലയ്ക്കകത്ത് എന്താ മക്കളെ, വിയും ഐയും ആറും ആണ്, റെസിസ്റ്റിവിറ്റിയും കറണ്ടും വോൾട്ടും ആണ്. അപ്പം നമ്മളിപ്പോൾ പറയുക, ഇപ്പം ഞാൻ ഇവിടെ തന്നെ പറഞ്ഞുതരാം. വി കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് ബാക്കിയുള്ളത് എന്താ, ഐയും ആറും ആണ്. ഐയും ആറും താഴെ കിടക്കേണ്ടത്, അതുകൊണ്ട് ഐ ഇൻറ്റു ആറാണ്. അപ്പം ഇനി ഐ കണ്ടുപിടിക്കണമെങ്കിൽ എന്താ മക്കളെ ചെയ്യേണ്ടത്, വി ആറാണ്. വിയുടെ മണ്ടയിൽ എന്തുണ്ട്, അപ്പോൺ ഉണ്ട്, വി അപ്പോൺ ആറാണ്. അപ്പം 6 കണ്ടുപിടിക്കണമെങ്കിൽ എന്താ മക്കളെ ചെയ്യേണ്ടത്, അപ്പം ഇത് നോക്കി 6 കണ്ടുപിടിക്കണമെങ്കിൽ വി അപ്പോൺ ഐ ആണ്. അപ്പം മനസ്സിലായോ? അപ്പം ഇങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായോ? വി ആൻഡ് ഐ, ഇവിടെ വി ആൻഡ് ഐ ആണ് ഡിവൈഡ് ചെയ്യണം. ഇവിടെ വി ആൻഡ് ആറാണ് ഡിവൈഡ് ചെയ്യണം. ഇവിടെ ഐയും ആറും മൾട്ടിപ്ലൈ ചെയ്യണം. ഇപ്പം മനസ്സിലായോ? ഇനി നമുക്ക് കൺസെപ്റ്റ് ഓഫ് കറണ്ട് ഫോർമുലയുടെ കൺസെപ്റ്റ് ആദ്യമേ പഠിച്ചത് ഞാൻ ഇവിടോട്ട് ചെറുതായിട്ട് വരച്ച് കാണിക്കാം. ഞാൻ ഇതുപോലെ തന്നെ ഒരു ട്രയാങ്കിളിനകത്ത് ഞാൻ വരച്ച് കാണിക്കാം. ഒരു ട്രയാങ്കിൾ വരച്ചു, ഞാനതിനെ 3ആയിട്ട് ചെറിയ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ കറണ്ടിന് എന്താ നമ്മൾ പഠിച്ചത്, ക്യു ഐ ടി അല്ലേ, ക്യു ഐ ടി, ഇത്രയും നമ്മൾ പഠിച്ചു. അപ്പം ഇപ്പം നോക്കിയേ, ക്യൂ കാണണമെങ്കിൽ എന്താ ചെയ്യണ്ടേ, ഐ ഇൻറ്റു ടി, ഐ ഇൻറ്റു ടി. അപ്പം ഐ കാണണമെങ്കിലോ ക്യൂ അപ്പോൺ ടി. അപ്പം ഇനി എന്താ, ക്യൂ കണ്ടു, ഐ കണ്ടു. ഇനി ടി കാണണമെങ്കിൽ എന്താ മക്കളെ ചെയ്യണ്ടേ, ക്യൂ അല്ലല്ലോ, ടി അല്ലേ കാണണ്ടേ, ക്യൂ അപ്പോൺ ഐ. ഇത് കണ്ടോ, ഇപ്പം എത്ര ഈസി ആയിട്ട് ഇങ്ങനൊരു ഈസി ഫോർമുല പഠിച്ചു വെച്ചിരുന്നാൽ മതി, ഇതിൻ്റെ ഏത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പം നമുക്കിനി അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കായ റെസിസ്റ്റൻസ് ഇൻ സീരീസും റെസിസ്റ്റൻസ് ഇൻ പാരലലും പഠിക്കാം. അപ്പം നമുക്ക് ഓൾറെഡി ഞാൻ ആദ്യമേ അതൊന്ന് പറഞ്ഞു തന്നെയായിരുന്നു. അപ്പോൾ എന്താ റെസിസ്റ്റൻസ് ഇൻ സീരീസ് എന്താ, വെൻ 2 or more റെസിസ്റ്റൻസ് ആർ കണക്റ്റഡ് എൻഡ് ടു എൻഡ് സോ ദാറ്റ് ദ സെയിം കറണ്ട് ഫ്ലോ ത്രൂ വൺ ഓഫ് ദം ഇൻ ടേൺ ദേ ആർ സെഡ് ടു ബി കണക്റ്റഡ് ഇൻ സീരീസ്. അപ്പം റെസിസ്റ്റൻസ് ഇൻ സീരീസ് എങ്ങനെയാണ് റെസിസ്റ്റൻസ് സീരീസിൽ കണക്ട് ചെയ്യുന്നത് നോക്കിയേ. 6 വരികയാണെങ്കിൽ റെസിസ്റ്റൻസ് സീരീസിൽ കണക്ട് ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്, R1 പ്ലസ് ആദ്യത്തെ റെസിസ്റ്റൻസ് പ്ലസ് R2 പ്ലസ് R3 അങ്ങനെ സോ ഓൺ. ഇങ്ങനെയാണ് റെസിസ്റ്റൻസ് ഇൻ സീരീസിൽ കണക്ട് ചെയ്തത്. അപ്പോൾ എന്താ, ദ ടോട്ടൽ റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ദ സം ഓഫ് ദ ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസ്. അപ്പം ഇതിൻ്റെ എന്താ സം, ടോട്ടൽ എന്ന് പറയുന്നത് എന്താ, സം ഓഫ് ദ ഇതിൻ്റെ എല്ലാം സം ഓഫ് ദ ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസ് കേട്ടോ. അപ്പം ഇതിനെല്ലാം കൂട്ടുന്നതാണ് സീരീസിനകത്തുള്ള ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസുകളുടെ സമ്മാണ് ടോട്ടൽ റെസിസ്റ്റൻസ് ആവുന്നത്. പക്ഷേ റെസിസ്റ്റൻസ് ഇൻ പാരലലാവുമ്പം എന്താ പറ്റുന്നത്, 2 or more resistors are connected across 2 points so that each one them provide a separate path of current. അപ്പോൾ ഇതിനെല്ലാം ഈ കറണ്ടിൻ്റെ പാത്ത് ഒന്നാണ് സീരീസിനകത്ത്, ഇതിൽ നിന്ന് ഇതിലേക്ക്, ഇതിൽ നിന്ന് ഇതിലേക്ക്. അപ്പോൾ പാരലലിൽ കണക്ട് ചെയ്യുമ്പോൾ എന്താണ്, ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ആവില്ല കറണ്ട്, ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് ഫ്ലോ ചെയ്ത് പോകില്ല. ഈ ഇൻഡിവിജ്വൽ കറണ്ട് ഫ്ലോ ആണ് എന്തിനകത്തുള്ളത്, റെസിസ്റ്റൻസ് ഇൻ പാരലലിനകത്തുള്ളത്. അപ്പം നമുക്ക് എന്താ, ഇൻഡിവിജ്വൽ കറണ്ട് ഫ്ലോ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, 1 upon റെസിസ്റ്റൻസ് ഇൻ പാരലൽ ഈസ് ഈക്വൽ ടു എന്ത് വരും, റെസിസ്റ്റൻസ് ഇൻ പാരലൽ ഈക്വൽ ടു 1 upon R1 പ്ലസ് 1 upon R2 പ്ലസ് 1 upon R3 സോ ഓൺ, എത്രയായാലും. അപ്പം എന്താണ്, ഇതെല്ലാം ഇൻഡിവിജ്വൽ ആണ്, ഇതിന് സെപ്പറേഷൻ ഉണ്ട്, ഇതുപോലെ ഒരുമിച്ചല്ല. ഇനി നമുക്ക് ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് എ കറണ്ട് പഠിക്കാം. എന്താണ് ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് എ കറണ്ട്? വെൻ ആൻ ഇലക്ട്രിക് കറണ്ട് ഈസ് പാസ് ത്രൂ എ കണ്ടക്ടർ ഹീറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ഇറ്റ്. അത് നമുക്കറിയാം, ദിസ് ഈസ് നോൺ ആസ് എ ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് എ കറണ്ട്. അപ്പം ഒരു സർക്യൂട്ടിലൂടെ ഹീറ്റ് കടന്നു പോകുമ്പം, ഇലക്ട്രിക് കറണ്ട് കടന്നു പോകുമ്പം അവിടെ എന്ത് പ്രൊഡ്യൂസ് ആവും, ഹീറ്റ് പ്രൊഡ്യൂസ് ആവും. അതിനെ പറയുന്ന പേരാണ് ഹീറ്റിംഗ് എഫക്റ്റ് കേട്ടോ. അപ്പം ഞാനത് ഇംഗ്ലീഷിൽ പറഞ്ഞുതരാം. വെൻ ആൻ ഇലക്ട്രിക് കറണ്ട് ഈസ് പാസ്ഡ് ത്രൂ എ കണ്ടക്ടർ ഹീറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ഇറ്റ്, ദിസ് ഈസ് നോൺ ആസ് അല്ലെങ്കിൽ കാൾഡ് ഹീറ്റ് എഫക്റ്റ് ഓഫ് എ കറണ്ട്. ഇനി ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ്, അപ്പോൾ നമുക്കിത് ഇമ്പോർട്ടൻ്റ് ആണ്, ജൂൾസ് ലോ കേട്ടോ.
Joule's law of heating. Heating in the law ആണ് Joule's law. It is stated that heat produced in a conductor is directly proportional to. അപ്പം ഒരു കണ്ടക്ടറിനകത്ത് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുവാണെങ്കിൽ അതെല്ലാം ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. എന്തൊക്കെയായിട്ട്? നമ്പർ 1, സ്ക്വയർ ഓഫ് ദ കറണ്ട് I ത്രൂ ഇറ്റ്. എന്താ ഒന്നാമത്തെ? സ്ക്വയർ ഓഫ് ദ കറണ്ട് I ത്രൂ ഇറ്റ്. അപ്പം ഒന്നാമത്തത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് കറണ്ട് ത്രൂ ഇറ്റ്. രണ്ടാമത്തെ എന്തുമായിരിക്കും? ദ റെസിസ്റ്റൻസ് ആർ ആൻഡ് റെസിസ്റ്റൻസ്, അതിൻ്റെ ഇറ്റ്സ് റെസിസ്റ്റൻസ് എന്തുമായിരിക്കും? റെസിസ്റ്റൻസ് ആർ. അപ്പം മൂന്നാമത്തെ എന്താണ്? അപ്പോൾ ഒന്നാമത്തെ സ്ക്വയർ ഓഫ് ദ ഒന്നാമത്തെ ഞാൻ എന്താ പറഞ്ഞേ? സ്ക്വയർ ഓഫ് ദ കറണ്ട് ത്രൂ I. ഇനി എന്താ? റെസിസ്റ്റൻസ് ആർ ആൻഡ് ദ ടൈം ടി. ഇനി എന്താണ്? ടൈം ടി. ടി എന്താ? ഫോർ വിച്ച് കറണ്ട് ഈസ് പാസ്ഡ്. അപ്പം ജൂൾസ് ലായ്ക്കകത്ത് പറയുന്നത് ജൂൾസ് ലാ സ്റ്റേറ്റ് ദാറ്റ് ദ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ കറണ്ട് I ത്രൂ ഇറ്റ്, ഇറ്റ്സ് റെസിസ്റ്റൻസ് ആർ ആൻഡ് ദ ടൈം ടി ഫോർ വിച്ച് കറണ്ട് ഈസ് പാസ്ഡ്. ഇതാണ് എന്ത്? ജൂൾസ് ലാ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പം നമുക്ക് ഇതിനകത്ത് മാത്തമാറ്റിക്കൽ ഡെറിവേഷൻ ഉണ്ട്. അപ്പം എന്താണ്? H is equal to, അപ്പം നമുക്ക് പറയാം ജൂൾസ് ലായെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാണ്. H ഹീറ്റ് ഈസ് ഈക്വൽ ടു I സ്ക്വയർ RT ജൂൾ. അപ്പം നമ്മൾ എന്താ ഇനി നമുക്ക് ഇങ്ങനെ ഡെറിവേറ്റ് ചെയ്ത് തരാം കേട്ടോ. I സ്ക്വയർ RT ഈസ് ഈക്വൽ ടു 4.18 കലോറി. അപ്പോൾ I സ്ക്വയർ RTയെ 4.18 കലോറി വെച്ച് ഡിവൈഡ് ചെയ്യുമ്പം നമുക്ക് ഹീറ്റ് കിട്ടും എന്നാണ് പറയുന്നത് കേട്ടോ. ഈ 4.18 എന്തുവാന്ന് ടെൻഷൻ വേണ്ട, ഇത് ഓൾറെഡി നമുക്ക് പഠിക്കേണ്ട വാല്യൂ ആണ്. അപ്പം ഈ കലോറി വെച്ച് I സ്ക്വയർ RTയെ ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഹീറ്റ് കിട്ടുന്നതെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പം ഇവിടെ വരുമ്പോൾ എന്ത് ചെയ്യും? കലോറിയിലേക്ക് ഇത് മാറും. അപ്പോൾ ഇനി നമുക്ക് കുറേ ആപ്ലിക്കേഷൻ ഓഫ് എ ഹീറ്റിംഗ് എഫക്റ്റ് ഇലക്ട്രിക് കറണ്ടിൻ്റെ പഠിക്കാം. അപ്പോൾ നമുക്കിത് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് ദ ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് എ ഇലക്ട്രിക് കറണ്ട്. അപ്പോൾ ഞാനിത് അതൊന്ന് അങ്ങനെ ഹെഡിങ് ഒന്നും എഴുതണ്ടല്ലോ, നിങ്ങൾ കേട്ടോണ്ടിരിക്കുകയല്ലേ. It is utilized in the electric heating appliances such as a electric iron, room heater, water heater, etc. അപ്പോൾ ഇതെന്താ? വാട്ടർ ഹീറ്ററിനകത്തും ഇലക്ട്രിക് ഹീറ്റിംഗ് അപ്ലയൻസസിനകത്തും ഇലക്ട്രിക് അയണിനകത്തും ഒക്കെ ഇലക്ട്രിക് പ്രാക്ടിക്കൽ അപ്ലയൻസസ് ആണ് ഹീറ്റിംഗ് എഫക്റ്റ് ഇലക്ട്രിക് കറണ്ടിൻ്റെ കേട്ടോ. വാട്ടർ ഹീറ്റേഴ്സ് ഒക്കെ ഉപയോഗിക്കും. ദ ഇലക്ട്രിക് ഹീറ്റിംഗ് ഈസ് ആൾസോ യൂസ്ഡ് ടു പ്രൊഡ്യൂസ് ലൈറ്റ് ആസ് ഇൻ ആൻ ഇലക്ട്രിക് ബൾബ്. അപ്പം ഇലക്ട്രിക് ഹീറ്റിംഗ് ഇതിനകത്ത് എന്ത് ചെയ്യും? ലൈറ്റും പ്രൊഡ്യൂസ് ചെയ്യും. ഏത് രൂപത്തിൽ? ഇലക്ട്രിക് ബൾബിൻ്റെ രൂപത്തിൽ. അപ്പം നമ്മൾ ഇലക്ട്രിസിറ്റിയുടെ ഉപയോഗങ്ങളാണ് നമ്മൾ ഈ പറയുന്നത്. ഇലക്ട്രിക് അപ്ലയൻസസ് ഹീറ്റ് എഫക്റ്റ് വരുന്നതിൻ്റെ എക്സാമ്പിളുകൾ ഏതൊക്കെയാണ്? റൂം ഹീറ്റർ ഉണ്ട്, വാട്ടർ ഹീറ്റർ ഉണ്ട്, ഇലക്ട്രിക് അയൺ ഉണ്ട്, ലൈറ്റിൻ്റെ രൂപത്തിൽ നമുക്ക് എന്തുണ്ട്? ഇലക്ട്രിക് ബൾബും ഉണ്ട്. ഇനി നമുക്ക് ഇലക്ട്രിക് എനർജി എന്താണ് പറയാം? ഇലക്ട്രിക് എനർജി എന്താണ്? ഇലക്ട്രിക് എനർജി. ഇലക്ട്രിക് എനർജി ഈസ് എ ടോട്ടൽ വർക്ക് ഡൺ ഇൻ മെയിൻറ്റെയിനിങ് ആൻ ഇലക്ട്രിക് കറണ്ട് ഇൻ ആൻ ഇലക്ട്രിക് സർക്യൂട്ട് ഫോർ എ ഗിവൺ ടൈം. അപ്പം എന്താ? ടോട്ടൽ വർക്ക് ഡൺ ഇൻ മെയിൻറ്റെയിനിങ് ആൻ ഇലക്ട്രിക് കറണ്ട് ഇൻ ആൻ ഇലക്ട്രിക് സർക്യൂട്ട് ഫോർ എ ഗിവൺ ടൈം. സ്വിച്ച് ഓൺ ആക്കിയിട്ട് ഓഫ് ആക്കുന്നത് വരെയുള്ള അതിൻ്റെ മെയിൻറ്റെയിനിങ് ഓഫ് എ ടോട്ടൽ വർക്കിനെയാണ് നമ്മൾ എന്ത്? ഇലക്ട്രിക് എനർജി, യൂസ് ചെയ്ത ഇലക്ട്രിക് എനർജി എന്ന് നമ്മൾ പറയുന്നത്. അപ്പം വർക്കാണ് ഇവിടെ, ടോട്ടൽ വർക്കാണ് ഇവിടെ. അപ്പോൾ W ഇലക്ട്രിക് എനർജി എന്ന് പറയുന്നത് വർക്കാണ്. അപ്പോൾ W ഈസ് ഈക്വൽ ടു VIT കേട്ടോ. VIT എന്നാണ് പറയുന്നത്. VIT ഈസ് ഈക്വൽ ടു എന്തുവാ? I സ്ക്വയർ RT ജൂൾ. അപ്പോൾ മനസ്സിലായോ? VIT എന്ന് പറയുന്നതും I സ്ക്വയർ RT ജൂൾ എന്ന് പറയുന്നതും എന്താണ്? ഈ വർക്കിന് തുല്യമാണ്. ഇനി നമുക്ക് ഇലക്ട്രിക് ഫ്യൂസുകളെ പറ്റി പറയാം. ഇറ്റ് ഈസ് എ സേഫ് ഡിവൈസ് ദാറ്റ് ഈസ് പ്രൊട്ടക്ട് അവർ ഇലക്ട്രിക്കൽ അപ്ലയൻസസ് ഇൻ കേസ് ഓഫ് എ ഷോർട്ട് സർക്യൂട്ട് ഓർ ഓവർലോഡിങ്. ഓവർലോഡിങ്ങിൽ നിന്നോ ഷോർട്ട് സർക്യൂട്ടിൽ നിന്നോ നമ്മുടെ ഇലക്ട്രിക്കൽ അപ്ലയൻസസുകളെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ആരാ? ഇലക്ട്രിക് ഫ്യൂസുകളാണ്. ഫ്യൂസ് ഈസ് മെയ്ഡ്. ഇനി നമ്മൾ എന്താണ് ഫ്യൂസ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് പഠിച്ചു നോക്കാം. അതിനകത്ത് മേക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ മെയ്ഡ് ചെയ്യുന്ന സാധനങ്ങളുടെ പ്രത്യേകത പറയാം.
ഫ്യൂസ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് പ്യുവർ ടിൻ. എന്തൊക്കെയാ? പ്യുവർ ടിൻ അല്ലെങ്കിൽ അലോയി ഓഫ് കോപ്പർ ആൻഡ് ടിൻ. അപ്പോൾ എന്തൊക്കെയാ? ഫ്യൂസ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് പ്യുവർ ടിൻ ഓർ അലോയി ഓഫ് കോപ്പർ ആൻഡ് ടിൻ. ഫ്യൂസ് ഈസ് ആൾവേസ് കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് എ ലൈവ് വയർ. അപ്പോൾ ഇതെന്താ? സീരീസ്, പാരലായിട്ടല്ല, സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. എഴുതണം മക്കളെ ഇവിടെ, സീരീസ് കണക്ഷനാണ് കേട്ടോ. 1 2. ഇനി 3ാമത്തെ പറയുവാണെങ്കിൽ എന്താ? ഫ്യൂസ് ഹാസ് എ ലോ മെൽറ്റിംഗ് പോയിന്റ്. എന്താണ്? ലോ മെൽറ്റിംഗ് പോയിന്റ് ആണ് ഫ്യൂസിന് ഉള്ളത്. കറണ്ട് കപ്പാസിറ്റി ഓഫ് എ ഫ്യൂസ് ഈസ് സ്ലൈറ്റ്ലി ഹയർ ദാൻ ദാറ്റ് ഓഫ് ദ അപ്ലയൻസസ്. അപ്പോൾ എന്താ? കറണ്ട് കപ്പാസിറ്റി എങ്ങനെയാണ് ഫ്യൂസിനെ? സ്ലൈറ്റ്ലി ഹയർ ദാൻ ദ അപ്ലയൻസസിനെക്കാളിലും സ്ലൈറ്റ് ഹയർ ആയിരിക്കും എപ്പോഴും എന്ത്? കറണ്ട് ഫ്യൂസിൻ്റെ കറണ്ട് കപ്പാസിറ്റി. അപ്പോൾ അത്രയും മനസ്സിലായല്ലോ. സ്ലൈറ്റ്ലി ഹയർ ദാൻ അപ്ലയൻസസ്. ഓക്കെ, അപ്പം 4th എണ്ണം ആയല്ലോ. 1 2 3 4. ഇനിയുണ്ട്, 4 പഠിച്ചാൽ മതി. ഞാൻ ഇതൊന്ന് മറിക്കട്ടെ. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. അപ്പം നമ്മൾ ഇലക്ട്രിക് ഫ്യൂസിനെ പറ്റി പഠിച്ചു. ഇനി നമുക്ക് ഇലക്ട്രിക് പവർ എന്തോന്ന് പഠിക്കാം. ഇലക്ട്രിക് പവർ എന്താന്ന് പഠിക്കാം കേട്ടോ. അപ്പോൾ ഇലക്ട്രിക് പവർ എന്ന് പറയുന്നത് ദ റേറ്റ് അറ്റ് വിച്ച് ഇലക്ട്രിക് എനർജി ഈസ് കൺസ്യൂംഡ് ഓർ ഡിസിപ്പേറ്റഡ് ഇൻ ആൻ ഇലക്ട്രിക് സർക്യൂട്ട്. ഡിസിപ്പേറ്റഡ് എന്ന് വെച്ചാൽ വേസ്റ്റ് ആയി പോകുന്നത്, ചോർന്നു പോകുന്നത്. ദ റേറ്റ് അറ്റ് വിച്ച് ഇലക്ട്രിക് എനർജി ഈസ് കൺസ്യൂംഡ് ഓർ വേസ്റ്റഡ് അല്ലെങ്കിൽ ഡെസിപ്പേറ്റഡ് ഇൻ ആൻ ഇലക്ട്രിക് സർക്യൂട്ട് ഈസ് കാൾഡ് ഇലക്ട്രിക് പവർ. അപ്പം ഇലക്ട്രിക് പവർ P എന്താ? P ഈസ് ഈക്വൽ ടു വോൾട്ട്, കറണ്ട് ആണ്. അപ്പം P ഈസ് ഈക്വൽ ടു I സ്ക്വയർ R ആണ് കേട്ടോ. അപ്പം I സ്ക്വയർ R എന്തുമായിട്ട് ഈക്വൽ ആണ്? V സ്ക്വയർ ആറുമായിട്ട് ഈക്വൽ ആണ്. അപ്പം ഇത് മനസ്സിലായോ? അപ്പം ഇനി അടുത്ത് പറഞ്ഞു, ഇലക്ട്രിക് പവർ എന്ന് പറയുന്ന P വോൾട്ടും കറണ്ടുമായിട്ട് എന്താണ്? ഈക്വൽ ആണ്. അപ്പം ഓൾറെഡി പറഞ്ഞു P എന്ന് പറയുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു I സ്ക്വയർ R എന്ന്. അപ്പം I സ്ക്വയർ R എന്തുമായിട്ട് കറക്റ്റാണ്? V സ്ക്വയർ അപ്പോൺ ആറുമായിട്ട് ഈക്വൽ ആണ്. ഇങ്ങനെ എങ്ങനെ ചെയ്താലും എന്ത് കിട്ടും? നമുക്ക് P കിട്ടും. ഒന്നുകിൽ ഈ ഫോർമുല യൂസ് ചെയ്യാം അക്കോർഡിംഗ് ടു യുവർ ക്വസ്റ്റ്യൻ, V സ്ക്വയർ R യൂസ് ചെയ്യാം, അല്ലെങ്കിൽ I സ്ക്വയർ ഇൻറ്റു R യൂസ് ചെയ്യുമ്പോഴും P കിട്ടും. V സ്ക്വയർ അപ്പോൺ R ചെയ്താലും P കിട്ടും അക്കോർഡിംഗ് ടു ക്വസ്റ്റ്യൻ പാറ്റേൺ കേട്ടോ. ഇനി നമുക്ക് SI യൂണിറ്റ് ഓഫ് പവർ എന്ന് പറയുന്നത് എന്താണ്? SI യൂണിറ്റ് ഓഫ് എ പവർ ഈസ് വാട്ട്, WATT, വാട്ട് കേട്ടോ. അപ്പം 1 വാട്ട് ഈസ് ഈക്വൽ ടു എന്തുവാ? 1 വോൾട്ട് ഇൻറ്റു 1 ആംബിയർ ആണ്. 1 വോൾട്ട് ഇൻറ്റു 1 ആംബിയറിനെയാണ് 1 വാട്ട് എന്ന് പറയുന്നത്. ഇനി കൊമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് എനർജി എന്താണ് കൊമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് എനർജി? കിലോ വാട്ട് അവർ. അപ്പോൾ 1 കിലോ വാട്ട് അവർ ഈസ് ഈക്വൽ ടു 3.6 ഇൻറ്റു 10⁻⁶ ജൂൾ എന്നാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് എഫിഷ്യൻസി ഓഫ് ആൻ ഇലക്ട്രിക് ഡിവൈസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ദ ഔട്ട്പുട്ട് പവർ ടു ദ ഇൻപുട്ട് പവർ. അപ്പോൾ എഫിഷ്യൻസി ഓഫ് ആൻ ഇലക്ട്രിക് ഡിവൈസ് എന്ന് പറയുന്നത് എന്താ? എഫിഷ്യൻസി റേഷ്യോ ഓഫ് എന്താ? ഔട്ട്പുട്ട് പവർ ടു ദ ഇൻപുട്ട് പവർ. അപ്പോൾ റേഷ്യോയെ ഇങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, ഔട്ട്പുട്ട് പവർ അപ്പോൺ ഇൻപുട്ട് പവർ. അപ്പോൾ ഇലക്ട്രിസിറ്റി എന്നുള്ള ചാപ്റ്ററിൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാം മനസ്സിലായി കാണില്ല, 1-2 പ്രാവശ്യം കാണുമ്പോൾ നന്നായിട്ട് മനസ്സിലാവും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിലൂടെ വീണ്ടും കാണാം. താങ്ക് യു.